മന്ത്രി വീണ ജോർജിനെ സിപിഎം സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവാക്കിയതിൽ കടുത്ത നിലപാടുമായി പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എംഎൽഎയുമായ എ പത്മകുമാർ. പാർട്ടി സ്ഥാനങ്ങൾ ഒഴിയുമെന്നാണ് പ്രഖ്യാപനം. പാർട്ടി നടപടിയെടുത്താൽ അത് വിരമിക്കലായി കണക്കാക്കി പുറത്തേക്ക് പോകാനാണ് പത്മകുമാറിന്റെ നീക്കം. പത്മകുമാറിനെ അനുനയിപ്പിക്കാൻ സിപിഎം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വീട്ടിലെത്തി ചർച്ച നടത്തി. ചതി, വഞ്ചന, അവഹേളനം, 52 വർഷത്തെ ബാക്കി പത്രം. ലാൽ സലാം. മന്ത്രി വീണ ജോർജിനെ സിപിഎം സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവാക്കിയതിന് പിന്നാലെ താടിക്ക് കൈകൊടുത്തിരിക്കുന്ന ചിത്രത്തോടൊപ്പം എ പത്മകുമാർ ഫേസ്ബുക്കിൽ കുറിച്ച വരികളാണിത്. പോസ്റ്റ് പിന്നീട് പിൻവലിച്ചെങ്കിലും അതൃപ്തി കടുപ്പിക്കുകയാണ് പത്മകുമാർ. സംഘടനാ പ്രവർത്തനം പരിശോധിച്ചാണ് പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ വിവിധ ഘടകങ്ങളിലേക്ക് ആളുകളെ തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഇത്തവണ അതല്ല സ്ഥിതിയെന്നാണ് വീണ ജോർജിനെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി പത്മകുമാർ വിമർശിക്കുന്നത്. തന്റെ 52 വർഷത്തെ പ്രവർത്തനത്തെക്കാൾ പരിഗണന വീണ ജോർജിന്റെ 9 വർഷത്തിനാണ്. പ്രായപരിധിക്ക് കാത്തു നിൽക്കുന്നില്ലെന്നും 66-ാം വയസ്സിൽ എല്ലാം ത്യജിക്കുകയാണെന്നും പത്മകുമാർ പ്രഖ്യാപിച്ചു. ഞാൻ എന്തായാലും തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നൊഴിയാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സാധാരണ നിലയ്ക്ക് CPM-നകത്ത് 75 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്യേണ്ടതാണ്. എനിക്കിപ്പോൾ 66 വയസ്സായി. ഞാൻ നേരത്തെ 9 വർഷം മുമ്പ് റിട്ടയർ ചെയ്തതായിട്ട് കരുതുന്നു, അത്രേ ഉള്ളൂ. പത്മകുമാറിന്റെ നീക്കങ്ങളെ കരുതലോടെയാണ് CPM നേതൃത്വം കാണുന്നത്. പത്മകുമാറിനെതിരെ പറയുന്നില്ലെങ്കിലും പരാമർശം പാർട്ടി പരിശോധിക്കും. മന്ത്രിയായിരുന്നപ്പോൾ സി രവീന്ദ്രനാഥും ക്ഷണിതാവായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പത്മകുമാറിന്റെ വിമർശനങ്ങളോട് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പ്രതികരിച്ചത്. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. ചില അഭിപ്രായങ്ങൾ വ്യക്തിപരമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം പാർട്ടി വേദികളിലാണ് പരിശോധിക്കേണ്ടത്. സംഘടനാപരമായിട്ട് മാത്രമേ ഞങ്ങൾക്കത് പരിശോധിക്കാൻ കഴിയുകയുള്ളൂ. എല്ലാവരെയും സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്നും കൊക്കിലൊതുങ്ങാത്തത് വരെ പാർട്ടി പലർക്കും നൽകിയിട്ടുണ്ടെന്നുമായിരുന്നു പത്മകുമാറിന്റെ പരസ്യ പ്രതികരണത്തിൽ AK ബാലന്റെ വിമർശനം. അവരവരുടെ കഴിവിനനുസരിച്ച് കൊക്കിലൊതുങ്ങിയത് മാത്രമല്ല കൊടുത്തത്, കൊക്കിലൊതുങ്ങാത്തതും കൊടുത്തിട്ടുണ്ട്. എനിക്ക് കൊക്കിലൊതുങ്ങാത്തത് തരാൻ തീരുമാനിച്ച ഘട്ടത്തിൽ വേണ്ടെന്ന് വെച്ചു ഞാൻ പല കാരണങ്ങളാണ്. കാരണം ഇത് പാർട്ടിയോട് നീതി ചെയ്യണ്ടേ. എന്നാൽ തന്റെ മാനസികാവസ്ഥയുള്ള ഒട്ടേറെ ആളുകൾ ഉണ്ടെന്നായിരുന്നു പത്മകുമാറിന്റെ മറുപടി. വർഷങ്ങളായി പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പൊ ബാലേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് മറുപടി പറയുമ്പോൾ ഒരു പത്മകുമാറിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പത്മകുമാർ മാത്രമല്ല, ആ മാനസികാവസ്ഥയുള്ള ഒട്ടേറെ പേരുണ്ടാവും. അതൃപ്തി പരസ്യമാക്കിയതിൽ പത്മകുമാറിനെതിരെ പാർട്ടി നടപടി ഉണ്ടായേക്കും. ബുധനാഴ്ച ചേരുന്ന ജില്ലാ കമ്മിറ്റി വിഷയം പരിശോധിക്കും. പത്മകുമാർ വിമത ശബ്ദം ഉയർത്തിയതിന് പിന്നാലെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത് BJP ജില്ലാ പ്രസിഡന്റ് രംഗത്ത് വന്നിരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട.